ഇവിടെ ജാതി വിവേചനം നിലനിൽക്കുമ്പോൾ യൂറോപ്പിൽ കറുത്തവനും വെളുത്തവനും എന്ന വിവേചനമാണ് നിലനിൽക്കുന്നത്. നമ്മളിത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി ബോധ്യപ്പെടാത്തത്. ജാതി വിവേചനം അനുഭവിക്കുന്ന വേടനെ പോലെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഇസ്ലാമിനെതിരെ ലോകത്ത് യൂറോപ്യന്മാരും ഇന്ത്യയിലെ സംഘപരിവാറും തിരിയുന്നതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം ഇത്തരത്തിലുള്ള എല്ലാ വിവേചനങ്ങളെയും ഡിസ്ക്രിമിനേഷനെയും ഇസ്ലാം കടപുഴക്കി എറിയുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ഇസ്ലാം ഈ ഡിസ്ക്രിമിനേഷനെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ബോധം നിലനിൽക്കുന്ന എല്ലാവർക്കും ഇസ്ലാമിനെ എതിർത്തേ മതിയാകൂ, ഇസ്ലാമിനെ വെറുത്തേ മതിയാകൂ. മുസ്ലിം ആണെങ്കിലും അവൻ ഇസ്ലാമിനെ വെറുക്കും. ഈ ബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മുമ്പിൽ മനുഷ്യരാണുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഖുർആൻ വചനമാണ്. യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യു ഓൾ ആർ ഈക്വൽ, നിങ്ങൾ എല്ലാവരും തുല്യരാണ്. വ്യത്യാസം വരുന്ന എവിടെയാണ്? നിങ്ങളുടെ ജീവിതം ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ അവന് ദൈവത്തിങ്കൽ മഹത്വമുണ്ട്. അത്രയേ ഉള്ളൂ. നീ ഏത് ജാതി സമുദായത്തിൽപ്പെട്ടു, മുസ്ലിം സമുദായത്തിൽ ജനിച്ചോ, ഹിന്ദു സമുദായത്തിൽ ജനിച്ചോ, ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചോ, വേട സമുദായത്തിൽ ജനിച്ചോ, വേടന്റെ സമുദായത്തിൽ ജനിച്ചോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ പരുവപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുമ്പിൽ കൺസിഡറേഷൻ ഉണ്ട്, പരിഗണനയുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്.